بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. لن تنفعكم أرحامكم ولا أولادكم يوم القيامة يفصل بينكم والله بما تعملون بصير. വചനം 3. ലൻ തൻഫഅക്കും, നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല തന്നെ. അർഹാമുക്കും, നിങ്ങളുടെ രക്തബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ. വല ഔലാദുക്കും, നിങ്ങളുടെ മക്കളും ഇല്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ. യഫ്സിലു, അവൻ പിരിക്കും, തീരുമാനമെടുക്കും. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. വല്ലാഹു, അല്ലാഹു. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ബസീറുൻ, കണ്ടറിയുന്നവനാണ്. നിങ്ങളുടെ രക്തബന്ധങ്ങളാകട്ടെ നിങ്ങളുടെ മക്കളാകട്ടെ ഖിയാമത്തുനാളിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല തന്നെ. അവൻ അല്ലാഹു നിങ്ങളുടെ ഇടയിൽ തീരുമാനമെടുത്ത് വേർപിരിക്കുന്നതാണ്. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير. വചനം 4. ഖദ് കാനത് ലക്കും, നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഉസ്വത്തുൻ, മാതൃക. ഹസനത്തുൻ, നല്ലതായ. ഫി ഇബ്രാഹീമ, ഇബ്രാഹിമിൽ. വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും. ഇദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം. ലിഖൗമിഹിം, അവരുടെ ജനതയോട്. ഇന്നാ ബുറആഉ, നിശ്ചയമായും ഞങ്ങൾ ഒഴിവായവരാണ്. മിൻകും, നിങ്ങളിൽ നിന്ന്. വമിമ്മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നവയിൽ നിന്നും. മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ. കഫർനാ ബിക്കും, നിങ്ങളിൽ നാം അവിശ്വസിച്ചു, നിങ്ങളെ നിഷേധിച്ചു. വബദ, വെളിപ്പെട്ടു. ബൈനന, ഞങ്ങളുടെ ഇടയിൽ. വബൈനക്കും, നിങ്ങൾക്കുമിടയിൽ. അൽ അദാവത്തു, ശത്രുത, പക. വൽ ബഗ്ദാഉ, വിദ്വേഷവും അമർഷവും. അബദൻ, എക്കാലത്തും. ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ. ബില്ലാഹി, അല്ലാഹുവിൽ. വഹ്ദഹു, അവൻ ഏകനായ നിലയിൽ. ഇല്ലാ ഖൗല ഇബ്രാഹീമ, ഇബ്രാഹിമിന്റെ വാക്ക് ഒഴികെ, പറഞ്ഞത് ഒഴികെ. ലി അബീഹി, തന്റെ പിതാവിനോട്. ല അസ്തഗ്ഫിറന്ന ലക, നിശ്ചയമായും ഞാൻ താങ്കൾക്ക് പാപമോചനം തേടും. വമാ അംലികു ലക, താങ്കൾക്ക് ഞാൻ അധീനമാക്കുന്നില്ല, എനിക്ക് കഴിവില്ല. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. മിൻ ഷൈഇൻ, യാതൊന്നും തന്നെ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. അലൈക തവക്കൽന, നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചു. വ ഇലൈക, നിന്നിലേക്ക് തന്നെ. അനബ്ന, ഞങ്ങൾ മനസ്സുമടങ്ങി വിനയപ്പെട്ട്. വ ഇലൈക, നിങ്കലേക്കു തന്നെയാണ്. അൽ മസീർ, തിരിച്ചെത്തൽ,
മടക്കം. ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് നല്ലതായ ഒരു മാതൃകയുണ്ടായിട്ടുണ്ട്. അതേ അവർ തങ്ങളുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനു പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവയിൽ നിന്നും ബന്ധമറ്റ് ഒഴിവായവരാകുന്നു. ഞങ്ങൾ നിങ്ങളെ അവിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു ഏകൻ എന്ന നിലക്ക് നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നതുവരേക്കും എക്കാലത്തും ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുതയും വിദ്വേഷവും വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇബ്രാഹിം തന്റെ പിതാവിനോട്, നിശ്ചയമായും ഞാൻ താങ്കൾക്കു വേണ്ടി പാപമോചനം തേടും. അള്ളാഹുവിങ്കൽ നിന്ന് താങ്കൾക്ക് യാതൊന്നും തന്നെ ചെയ്യുവാൻ ഞാൻ അധീനമാക്കുന്നില്ല എന്ന് പറഞ്ഞതൊഴികെ ഇതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. അവർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ റബ്ബേ, നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചു. നിന്റെ അടുക്കലേക്ക് തന്നെ ഞങ്ങൾ വിനയപ്പെട്ടു മടങ്ങുകയും ചെയ്തിരിക്കുന്നു. നിങ്കലേക്ക് തന്നെയാണ് തിരിച്ചെത്തലും. 3 മുതൽ 5 വരെ വചനങ്ങളുടെ വിശദീകരണം. തൗഹീദിന്റെയും നിങ്ങളുടെയും ശത്രുക്കളായ ആളുകളുമായി നിങ്ങൾക്ക് യാതൊരു കൂട്ടുകെട്ടും സ്നേഹബന്ധവും പാടില്ലെന്നുള്ളതിന് ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരുടെയും ചര്യയിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ടല്ലോ. നിങ്ങളോടും നിങ്ങളുടെ ആരാധവസ്തുക്കളോടും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അള്ളാഹുവിൽ വിശ്വസിക്കാത്ത കാലത്തോളം നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുക്കളാണെന്നും അവർ തങ്ങളുടെ എതിരാളികളോട് തുറന്നു പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ കാര്യം അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷയ്ക്കും പാപമോചനത്തിനും വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അഥവാ ശത്രുക്കളുമായി വല്ല വേഴ്ചയും സ്ഥാപിക്കുവാനോ അവർക്ക് വഴങ്ങുവാനോ ശ്രമിക്കാതെ അവർ സധീരം ഉറച്ചുനിന്നു. ഇതുപോലെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം നബി അദ്ദേഹത്തിന്റെ അവിശ്വാസിയായ പിതാവിനു വേണ്ടി പാപമോചനം തേടുകയുണ്ടായി. അതിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ മാതൃക സ്വീകരിച്ചു കൂടാത്തതുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിലെ ആശയത്തിന്റെ ചുരുക്കം. പിതാക്കളോട് മക്കൾക്ക് സ്വാഭാവികമായുണ്ടാകുന്ന വാത്സല്യവും സ്വന്തം പിതാവ് നന്നായിത്തീരുവാനുള്ള മോഹവും നിമിത്തമായിരിക്കും ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിനു വേണ്ടി പാപമോചനം തേടാമെന്ന് പറഞ്ഞതെന്ന് വ്യക്തമാണ്. എങ്കിലും അത് മാതൃകയാക്കുവാൻ പാടില്ലെന്നും ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ ചെയ്യുവാൻ കാരണമെന്താണെന്നും സൂറത്തു തൗബ 113, 114 അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ഈ വചനങ്ങളുടെ സാരം ഇപ്രകാരമാണ്: അടുത്ത കുടുംബങ്ങളായിരുന്നാലും അവർ നരകത്തിന്റെ ആൾക്കാരാണെന്ന് വ്യക്തമായി കഴിഞ്ഞ ശേഷം മുശ്രിക്കുകൾക്കു വേണ്ടി പാപമോചനം തേടുവാൻ പ്രവാചകനോ വിശ്വസിച്ചവർക്കോ പാടില്ലാത്തതാണ്. ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിനു വേണ്ടി പാപമോചനം തേടിയത് അയാളോട് അദ്ദേഹം ചെയ്തിരുന്ന ഒരു വാഗ്ദത്തം നിമിത്തമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. എന്നിട്ട് അയാൾ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ അദ്ദേഹം അയാളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. മാ കാന ലിന്നബിയ്യി വൽദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻ ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. സാരം: നബിമാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നരകക്കാരിൽപ്പെട്ടവനാണെന്ന വസ്തുത വഹി മൂലം അറിയുവാൻ സാധ്യതയുണ്ട്. നബിമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നബിമാർ മുഖേന വിവരം കിട്ടാതെ ഇതു സാധ്യമല്ല. എങ്കിലും ഒരാൾ ശിർക്കിലും കുഫറിലും അഥവാ ബഹുദൈവ വിശ്വാസത്തിലും അവിശ്വാസത്തിലും ആണ് മരണപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടാൽ മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാമല്ലോ. അഥവാ അപ്പോഴേ അത് ഉറപ്പിക്കാവൂ. ഏത് അക്രമിയും ഏത് പാപിയും മരണത്തിനു മുമ്പ് പശ്ചാത്തപിച്ചാൽ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ്. ഏതെങ്കിലും മാർഗത്തിലൂടെ ഷിർക്കിന്റെയും കുഫ്രിന്റെയും ആളെന്ന് വ്യക്തമായി കഴിഞ്ഞ ആൾക്കുവേണ്ടി പാപമോചനത്തിനും രക്ഷയ്ക്കും പ്രാർത്ഥിക്കുവാൻ സത്യവിശ്വാസികൾക്ക് പാടില്ലാത്തതാണെന്ന് ഈ ഖുർആൻ വചനങ്ങൾ കൊണ്ട് സ്പഷ്ടമാകുന്നു. അപ്പോൾ ഇന്നത്തെ പുരോഗമനാശയക്കാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ ചെയ്യാറുള്ളതുപോലെ സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ മരണപ്പെട്ട ശേഷം അവരുടെ ശാന്തിക്കും മോക്ഷത്തിനും വേണ്ടി മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതും അതിൽ പങ്കുവഹിക്കുന്നതും അനിസ്ലാമികമായ ദുരാചാരമാണെന്ന് പറയേണ്ടതില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെയും അനുയായികളുടെയും മാതൃകയെക്കുറിച്ച് വീണ്ടും അള്ളാഹു പറയുന്നു: